അല്ല ശ്രീ അജികുമാർ, ഇപ്പോൾ അത് ബ്രീഫ് ചെയ്ത സമയത്ത് ഒരു ചോദ്യം വന്നു എന്നല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം വൈകുന്നേരം ഞങ്ങളുടെ എഡിറ്റോറിയൽ ചർച്ച നയിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ BJPയുടെ പ്രതിനിധികൾ, കോൺഗ്രസിന്റെ പ്രതിനിധികൾ, CPMന്റെ തന്നെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരെല്ലാവരും ആദ്യത്തെ 1-2 വരിയാണ് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ശേഷം ചർച്ച ചെയ്യുന്നത് മുഴുവൻ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു പരിഹാരം കണ്ടതിന് ശേഷമേ സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താനുള്ള ധാർമ്മിക അടിത്തറ ഉണ്ടാവുള്ളൂ എന്ന് വിമർശനം പോലും കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതൊക്കെ ശരിയാണ്, അതൊക്കെ ഇതിന്റെ പശ്ചാത്തലവുമാണ്. അതിനെ സർക്കാരിനും ബോർഡിനും ഒക്കെ അഡ്രസ് ചെയ്ത് പോകേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ ചിലർക്ക് താല്പര്യമുണ്ട് എന്ന്. എന്താണ് ആ സങ്കുചിത താല്പര്യം? ഞാനും പല ചർച്ചകളിലും പങ്കെടുത്തതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയെ വരാൻ പോകുന്ന ഇലക്ഷൻ, വോട്ട് ബാങ്ക്, ഹിന്ദു പ്രീണനം ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ലോകമെമ്പാടുമുള്ള അയ്യഭക്തന്മാരോട് സംഗമവേദി ഉണ്ടാക്കി, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, അതിൻ്റെ ലേ ഔട്ട്, ശബരിമലയും പരിസര പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക, തത്വമസി വിഭജനത്തിൻ്റെ വല്ലാത്ത യുക്തിക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ ജാതി മത ഭേദങ്ങൾക്കും അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തത്വമസി എന്ന മഹാസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്ഷേത്രത്തെ ലോകത്തിന്റെ നെറുകയിൽ അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ ശരിയാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇത് വോട്ട് ബാങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു, അതൊക്കെ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളത്. ശ്രീ അജികുമാർ, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് നമ്മൾ 1 വർഷം തികച്ചില്ല, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതിന്റെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉള്ള നിലപാട് തിരുത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തും എന്ന് പറയുമ്പോൾ, യുവതീ പ്രവേശന വിഷയത്തിൽ ഏറ്റ പരിക്ക്, അല്ലെങ്കിൽ അത് നിയമപരമായി അല്ല, അത് സാമുദായിക സാമൂഹ്യ വിഷയങ്ങളിൽ ഉണ്ടായ പരിക്ക്, ആ കാര്യത്തിൽ സർക്കാരിനൊരു പുനർചിന്തയുണ്ട്, ദേവസ്വം ബോർഡിനൊരു പുനർചിന്തയുണ്ട്, ഞങ്ങൾക്ക് പഴയ നിലപാടല്ല എന്ന് പ്രഖ്യാപിക്കാൻ പോന്നതാണല്ലേ? ഇനി വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ശബരിമലയുടെ ആചാരം ലംഘിക്കാത്ത രൂപത്തിൽ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഈ കേസ്, അതെ, ഈ കേസ് ഞാൻ വ്യക്തമായി പറയുകയാണ്, ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായി അടക്കം ആലോചിച്ച് ഞങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും എന്നേ ആ വിഷയത്തിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. വളരെ വ്യക്തമാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് എൻ്റെ മറുപടി. അത് അങ്ങത് അതായത് കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്, ഞങ്ങൾ പറഞ്ഞതാണ്. ഇത് പരിഗണിക്കുന്ന സമയത്ത്, ആ വാർത്താ സമ്മേളനത്തിൽ പരിഗണിക്കുന്ന സമയത്ത് എന്ന് അങ്ങ് പറഞ്ഞതായി വ്യക്തതയില്ല. ഇനി ആ കാര്യത്തിലൊരു പുനരാലോചന വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്തുമെന്ന് പറയുമ്പോൾ ഇപ്പോഴെന്തോ ഒരു അവ്യക്തത ഉണ്ട് എന്ന നിലയ്ക്കാണ് ആ സമയത്ത് പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ടാണ് വളരെ ഷാർപ്പായി ചോദിച്ചത്. കൃത്യമായി അങ്ങ് പറഞ്ഞു എന്ന് പറയുമ്പോൾ മാത്രം കൃത്യത വരില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ നിലപാടിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഇത്ര മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ അജികുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്.